ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അത് നിങ്ങളെ ഇപ്പോൾ മുന്നോട്ട് പോകാതെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്താണ്, യൂണിവേഴ്സിന് ഈ സമയം നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്താണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഈ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്താണ്, യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്താണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരാൽ ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ട് ഒരവസ്ഥയിലാണ് നിങ്ങളെന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചതി പറ്റിയിട്ടുണ്ടാകാം. ഒരു വിഷമത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ പോലും അറിയാതെ പറ്റിച്ചിട്ടുണ്ടാകാം. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനുള്ള ഒരു ശരിയായ പാത നിങ്ങൾക്കിപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ഒരു ക്രോസ് റോഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എങ്ങോട്ട് പോകണം എന്നറിയില്ലാത്ത ഒരു പോസിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അതായത് മുന്നോട്ടുള്ള ഭാവിയിലേക്കുള്ളത് എന്താകണം എന്നുള്ള ചിന്ത നിങ്ങളിപ്പോൾ അറ്റുണ്ടെന്ന് അതൊരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു തലത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത് എന്നാണ് കാണുന്നത്. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത കാലത്ത് ആരെങ്കിലും നിന്നും ചിലപ്പോൾ ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിന്ന ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും ചില വ്യക്തികൾ അകന്നു പോയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ഇതിലാണ് നിങ്ങൾ ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇപ്പോഴത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയാത്തൊരവസ്ഥ, മുമ്പോട്ട് ഒരു വഴി നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് കാണുന്നത്. നിങ്ങളോടുള്ള അഡ്വൈസ് എന്ന യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ലോജിക്ക് ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് വേറെ ഭാഗത്ത് ചിന്തിക്കുന്നൊരവസ്ഥ, അതാണ് നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, എവിടെ നിന്നുമാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒരേ ലെവലിൽ അലൈൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഫൈറ്റിംഗ് ആണ് നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫൈറ്റിംഗ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ, മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും ഒരു പുറകോട്ട് വലിക്കുന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ ആ ചിന്തയെയാണ് നിങ്ങൾ ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നമ്മളോട് ഫൈറ്റ് ചെയ്യുന്ന ആ രീതി നിർത്തൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.